നമ്മൾ ചുറ്റുവട്ടം കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. അത് നയിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഏത് സുഹൃത്തുണ്ടെങ്കിലും നമ്മുടെ ജീവിതം നമ്മൾ ഒറ്റയ്ക്ക് കരപിടിപ്പിക്കാനേ പറ്റുള്ളൂ. ഒരിക്കല് ഒരു നായ വഴി തെറ്റി കാട്ടിലകപ്പെട്ടു. നായയെ കണ്ട സിംഹം അതിനെ പിടിക്കാൻ പുറകെ കൂടി. നായ ആകെ പരവശനായി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. നായ ഇപ്പൊ കണ്ടത് കുറച്ച് ഇറച്ചി കഷ്ണങ്ങളും എല്ലുമായി ഒരു ഭാഗത്ത് കിടക്കുന്നവരുണ്ട്. അതിന്റെ അടുത്ത് ചെന്നിട്ട് നായ പറഞ്ഞു, സിംഹത്തിന്റെ ഇറച്ചിക്ക് ഇത്ര ടേസ്റ്റോ? ഇത് കേട്ട സിംഹം പതുക്കെ പുറകോട്ട് വലിയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുരങ്ങൻ അവിടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. കുരങ്ങൻ ചിന്തിച്ചു, ഈ ഒരു വിവരം ഞാൻ സിംഹത്തിനോട് ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയേക്കും. ആ ഉദ്ദേശത്തോടെ നമ്മുടെ കുരങ്ങൻ നേരെ സിംഹത്തിന്റെ അടുത്ത് ചെന്ന് യഥാർത്ഥ കഥ വിളമ്പി. സിംഹം വാശിയോടെ കുരങ്ങനെ കൂട്ടി നായയെ തേടി ഇറങ്ങി. നായ വീണ്ടും നമ്മുടെ സിംഹത്തിനെ കണ്ടപ്പോൾ പരിഭ്രമിച്ചു. എങ്ങനെ രക്ഷപ്പെടും? കൗശലക്കാരനായ നായ വീണ്ടും തന്റെ ബുദ്ധി പ്രയോഗിച്ചു. മറ്റൊരു സിംഹത്തെ കൂട്ടി ഒരു കുരങ്ങൻ എൻ്റെ അടുത്ത് വരാമെന്ന് 1 മണിക്കൂർ മുമ്പ് പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സിംഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ലൈഫ് അങ്ങനെയൊക്കെ തന്നെയാണ്. പല പ്രതിസന്ധികളും നമ്മളുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ട അവസരങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കായിക ബലം കൊണ്ടായിരിക്കാം. മറ്റു ചിലപ്പോൾ നമ്മൾ അന്യരുടെ സഹായം, നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടി വന്നേക്കാം. ഓർക്കുക, പുറത്തു നിന്ന് ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളില് എപ്പോൾ നമ്മൾ തകരും എന്ന് ചിന്തിക്കുന്നോ, അതായത് എനിക്കൊരു തിരിച്ചുവരവിന് സാധ്യതയില്ല എന്ന് സ്വയം തോന്നുന്നിടത്താണ് നമ്മൾ നശിച്ചു തുടങ്ങുന്നത്. ചുറ്റുമുള്ള വെള്ളത്തിന് വഞ്ചിയെ മുക്കാൻ സാധിക്കുകയില്ല. എത്ര അധികം വെള്ളമുണ്ടെങ്കിലും വഞ്ചി മുങ്ങാതെ തന്നെ നിൽക്കും. പക്ഷേ അതിലൊരു സുഷിരമുണ്ടെങ്കിലും, ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിലും എത്ര വലിയ കപ്പലിനെയും അതിന് മുക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, വളരെ നല്ല കാര്യങ്ങളും നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട്. വേണ്ടത് മാത്രം സ്വീകരിക്കുക. തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും നമ്മൾ വിവേകം പാലിക്കുക. അവിടെ ഒരു ലൈഫ് സ്കിൽ നമുക്ക് ആവശ്യം, വിവേകത്തോടെ പെരുമാറാനായിട്ട്. അതുപോലെ തന്നെ ഒന്നിനു വേണ്ടി നമ്മൾ മരിക്കരുത്. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതം ജീവിച്ചു തന്നെ തീർക്കുക. ജീവിതം തരാൻ മടിക്കുന്ന പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ ജീവിച്ച് ജീവിതത്തോട് അത് മേടിക്കണം. പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. ഓരോ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയം. ബൈബിളിൽ ഒരു വചനമുണ്ട്, കഷ്ടപ്പെടുന്നവന് സഹനശീലമുണ്ടാകും. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ്. കഷ്ടപ്പാട് സഹനശീലം വളർത്തുകയും സഹനശീലം ആത്മധൈര്യം ഉണ്ടാക്കുകയും ആത്മധൈര്യം നമുക്ക് പ്രത്യാശ നൽകുകയും ചെയ്യുമെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഈ 3 കാര്യങ്ങൾ സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾക്ക് ഇല്ലെങ്കിൽ, അതില്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പാട് അറിയുന്നില്ല. നമ്മുടെ പേരൻസിനെയാണ് നമ്മൾ പഴി പറയേണ്ടത്. കുറച്ചൊക്കെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് അവരോട് പറയണം. അപ്പം നമ്മൾ ഓർക്കുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് വിവേകത്തോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നേറുക. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ട് നമുക്ക് ഉറങ്ങാനോ, എല്ലാ പ്രതീക്ഷകളും പൂവണിഞ്ഞിട്ട് നമുക്ക് സന്തോഷിക്കാനോ ചിലപ്പോൾ സാധിക്കുകയില്ല. ഉള്ള സന്തോഷങ്ങൾ, അന്നത്തിന്റെ സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിച്ചു പോവുക. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതൊന്നുമല്ല.
നമുക്കൊരു പാട്ടുണ്ട് അല്ലേ, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, അതുപോലെ തന്നെ ഒരു നോവും അടങ്ങാതിരുന്നിട്ടില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഉന്നതമായ ഒരു വിജയം, ഉന്നതമായ ഒരു ജീവിതം നമുക്ക് സാധിക്കും. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ്, സ്വയം ഒരു താല്പര്യമാണ്. ഏവർക്കും നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. അതിനായി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.